ഹലോ, ഗുഡ് മോർണിംഗ്. ഡേ 5. ഇന്നിൻ്റെ ഓഫാണ് ബുധനാഴ്ച, വെഡ്നെസ്ഡേ. ദെൻ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങി നീറ്റ്. ഇന്ന് ഓഫാന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ടെൻഷനില്ലല്ലോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടി എന്താ? നല്ല വെയിലായിരിക്കും. 10 മണി 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ചടങ്ങാണ്. എന്നാൽ കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ലീവുള്ള ദിവസം പെട്ടെന്ന് പോകും നമുക്ക് ആ ലീവ്. പിന്നെ അടുത്ത ദിവസം ഡ്യൂട്ടി. ഞാൻ ബുധനാഴ്ച ദിവസങ്ങൾ എൻ്റെ ലീവ് വരാറ്. ബുധനാഴ്ച ദിവസങ്ങൾ നല്ലതാണ്. കാര്യം നാളെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസം നമുക്ക് വീക്കെൻഡ് ഡേയ്സാണ്. പെട്ടെന്ന് നല്ല തിരക്ക് വരുന്ന ദിവസങ്ങളാണ്. കസ്റ്റമർ നന്നായിട്ട് വരും. ആ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഡേ ഇങ്ങനെ കഴിഞ്ഞ് പോകും. തിങ്കൾ ചൊവ്വ കുറച്ച് മുഷ്കിലാണ്. കസ്റ്റമർ അങ്ങനെ ഉണ്ടായിരിക്കില്ല. അതായത് ഈ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും ഓഫീസ് ടൈം. ശരിക്കും പ്രൊഫഷണൽസ് വലിയ ആളുകളൊക്കെ തിരക്കുള്ള ദിവസം. അന്ന് നമുക്ക് തിരക്കുകളുണ്ടാവില്ല. അന്നാണ് നമ്മളെ ലീവുകളൊക്കെ കഴിക്കുക. അവർക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളായിരിക്കും നമുക്ക് തിരക്ക് കൂടുക. ഇതാണ് സത്യാവസ്ഥ. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലൊക്കെ അങ്ങനെ കേട്ടോ. പിന്നെന്താ, റൂമിൽ ഞാൻ മാത്രമേ ഓഫുള്ളൂ. എൻ്റെ റൂമിൽ ബാക്കി 2 ഇന്നലെ ഓഫ് കഴിഞ്ഞ്. അവർക്ക് ഉച്ചക്ക് ഡ്യൂട്ടി. ഒരാളെത്തിയിട്ടില്ല. ആളെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കാണ്. അബുദാബി. എല്ലാ ആഴ്ചയിലും പോവും, മിക്ക ദിവസങ്ങളും പോവും. ഷാർജ ടു അബുദാബി രാത്രിയാകുമ്പോൾ വരും. പിന്നെ ഒരുത്തതൊക്കെ ഇടുന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ച വ്ളോഗിലെ വൈൻഡപ്പിലുള്ള 2 പയ്യന്മാർ ഓഫാണ്. അവർ അടിയത്തെ റൂമിലാണ്. കുറച്ച് വെയിലൊക്കെ അറിയിട്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാൻ. നമ്മളെ കൂടെ ഉള്ള ഇവരും ഓഫാട്ടാ. പേരെന്താണെന്നറിയോ? തിരുവനന്തപുരം ഡോണാണ്. ശ്രീഹരി. എവിടെയാണ് എവിടെ വീട്? ആറ്റിങ്ങലാണ്. അതാണ് കുണ്ടൻ രീതി നടക്കുന്നത്. ഒന്ന് നോക്കണ്ടട്ടാ. രണ്ടുപേര് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മള് റൂമിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തേക്ക് തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. എനിക്ക് ഈ ടീഷർട്ട് ഇട്ട് ചൂടൊന്നും എടുക്കുന്നില്ലേ? എൻ്റെ അവസ്ഥ നോക്കുക. അത്രയും ചൂടുകളാണ്. ബട്ട് ഈ ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നത് ഇവിടെ. എന്തായാലും അവൻ്റെ റോള് ഇവനാണ് റാഫി കാലിക്കറ്റ്. കുറച്ച് പഴവും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാട്ടാ. 2 ആപ്പിളും 2 ഓറഞ്ചൊക്കെ എടുത്ത് ഇനി ചെറുപഴം എടുക്കാം. ദഹിക്കാൻ നല്ലതാ. കുറച്ച് മുഷ്കിലാണ് ഫുഡ് കറക്റ്റ് തിന്നായിട്ടേ. മോർണിംഗ് ഡേ 4. നീറ്റ് നല്ല ഉറക്കായിരുന്നു. ഇനി 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിൽ കുളിക്കണോ, ഫുഡ് കഴിക്കണോ, പോകണം. പുറത്ത് നല്ല വെയിലാണ്. ഈ കൂടുതൽ നേരം ഉറങ്ങിയാൽ അങ്ങനെ ഭയങ്കര മടി പിടിക്കും. പിന്നെ നീക്കാൻ തോന്നുന്നില്ല. കൂടുതലുള്ള ഒരാൾക്ക് ലീവാണ്. എൻ്റെ ലീവ് നാളെ. നോക്കാം പുറത്ത്. എന്തല്ലേ കാണുമ്പോൾ എന്നെ പേടിയൊന്നും നടക്കാൻ. ഞാൻ സ്ഥിരമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വരുന്നൊരു ഹോട്ടലാണ് ചിക്കൻ സ്പോട്ട്. ഇവിടെ നമ്മൾ നാട്ടിൽ അതേപോലത്തെ ടേസ്റ്റുള്ള മന്തി കിട്ടും. ഇതിന് പുറത്തൊക്കെ കണ്ടില്ല ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടാണ്. ഇവിടെ നിന്നല്ല, ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ പുറത്തിരിക്കാനുള്ള ഒരു സെറ്റപ്പ്. അതൊക്കെ എടുത്ത് മാറ്റി. മേ ബി ഷാർജ പോലീസ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ എടുത്ത് മാറ്റിയത്. മൊത്തത്തിൽ എന്താ പോലെ ചിലപ്പോൾ റോഡ് വീതി കൂട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇവിടെ പുറത്തൊക്കെ സീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ട്വിസ്റ്റ് ഉണ്ടായി. വേറൊന്നല്ല, ഞാനതാ തിരിച്ച് ഡ്യൂട്ടിക്ക് വന്ന് കുളിച്ചു തുടങ്ങിയിട്ട് നമുക്ക് വീക്കെൻഡ് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞ് ഡ്യൂട്ടിക്ക് വരണം, നാളെ എൻ്റെ ഓഫ് തരാം. സെക്ഷനിലുള്ള എല്ലാവരും ഓഫ് കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഓഫ് കൂടുതലും ബുധനാഴ്ച ദിവസങ്ങളാണ് കിട്ടാറുണ്ടായത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരാളും കൂടി ഹെൽപ്പ് വേണം. അപ്പോൾ അതാ ഡ്യൂട്ടിക്ക് പോകുന്നത്. പെട്ടെന്നായിരുന്നു. ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ ഓഫ് നാളേക്ക് മാറ്റി വെച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വരാം. ഒന്നും അങ്ങനെ ഫിക്സബിൾ അല്ല. തോന്നിയ പോലെയാണ് നമുക്ക് നമ്മളെ ലൈഫ് വരിക. അല്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യണ്ടേ. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതാ ഡ്യൂട്ടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാട്ടാ. ഇനി രാത്രി 12 മണി വരെ ഒറ്റ നിപ്പാണ്. 7 മണി 7:30 ആകുമ്പോൾ ബ്രേക്ക് കിട്ടും. ബ്രേക്കിന് പോയിട്ട് കഴിക്കണം, അഗൈൻ തിരിച്ചു വരണം. ഈ ഇപ്പോൾ നടക്കുന്ന വെയിലുണ്ടല്ലോ, ഒന്നര വെയിലാണ്. അത് നമ്മളവിടെ എത്തുമ്പോഴത്തേന് ആകെ
വെന്ത് പോവും അങ്ങനത്തെ ചൂടാട്ടാ. ആരും നമ്മളെ ഷോപ്പിലുള്ളവരാട്ടാ. ഹായ്, ആപ്കാ നാം ക്യാ ഹൈ? ക്യാ ഹുവാ? മീനാദാക്കി. അത് മിസറീസ് ആണ്. ഒരു ബുച്ചറി സെക്ഷൻ, ഫിഷറി. ഇവൻ സഹല് ഫ്രം പെരിന്തൽമണ്ണ. കണ്ട ചെറിയ ചെക്കനാണ്, നല്ല വയസ്സിൻ്റെ ഇട്ടവനെ. ഇതിൽ തെറിയൊന്നും വിളിക്കാൻ പറ്റൂല കേട്ടാ. വ്ളോഗാണ്, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും. ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണോ? കട്ട് ചെയ്യണ്ടേ? കുടക്ക് പിടിച്ച് പോയിട്ടും കാര്യമൊന്നുമല്ല. കുട പിടിച്ചാലും നല്ല ചൂട് നമുക്ക് അനുഭവിക്കും. അങ്ങനത്തെ ഒരു ചൂടാണ്, വൃത്തികെട്ട ചൂടാണ്. ഒരു 2-3 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ആവും കേട്ടോ. ഇത് വെജിറ്റബിളത്തെ സ്റ്റാഫാണ് കേട്ടോ. അങ്ങനെ ഡ്യൂട്ടി കയറാൻ പോവാണ്. ഏകദേശം ഷോപ്പിൻ്റെ അവിടെ എത്തി. നേരെ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുക, ലോക്കറിൽ വെക്കുക, പഞ്ച് ചെയ്യുക, നേരെ കയറുക ഡ്യൂട്ടിക്ക്. അപ്പോൾ ഇനി ബ്രേക്കിന് ഇറങ്ങുമ്പോൾ കാണാം. ഇവിടെ ഏത് മൂലയിലും എവിടെ നോക്കിയാലും കാറുകളാട്ടോ. ബൈക്ക് വളരെ അപൂർവമാണ്. കൂടുതലും മറ്റേ ഡെലിവറിക്കാണ് ബൈക്ക് ഉണ്ടാവുക. പിന്നെ ആരും അങ്ങനെ ബൈക്ക് ഓടിച്ച് ഇവിടെ നടക്കില്ല, കാരണം ഭയങ്കര ചൂടല്ലേ. കൂടുതലും കാർ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ മുക്കിലും ഏത് സൈഡിൽ നോക്കിയാലും കാറ് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ കുറേ പിള്ളേർ വരും, കുറേ ആളുകൾ വരും. കുറച്ച് പാകിസ്ഥാനി അവിടെ വോളിബോൾ കളിക്കും. നമ്മൾ നാട്ടിൽ പോലല്ല, വേറൊരു ബോൾ വെച്ചിട്ട് കളിക്കുന്നത്, ചെറിയൊരു ബോൾ അല്ല. അയ്യോ, കാറിലാണ്ട് എത്തി. ബ്രേക്ക് ചെയ്യാനായി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് മെല്ലഞ്ഞ് കയറണം. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട്. എൻ്റെ ഓഫ് അങ്ങനെ കൊള്ളായിട്ടാണ്. നാളെ ഡ്യൂട്ടിക്ക് വരണം. അങ്ങനെ വീക്കെൻഡ് സ്റ്റാർട്ട് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മേ ബി ഇനി അടുത്ത ദിവസം ചിലപ്പോൾ കിട്ടുള്ളൂ. എൻ്റെ ഓഫ് കൊള്ളായി. ചിലപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യല്ലേ, മര്യാദക്ക് ഇന്ന് തന്നെ അവിടെ കിടന്നാൽ മതിയായിരുന്നു. അതിൽ കള്ളം പറഞ്ഞാൽ മതിയായിരുന്നേ. വേറെ ഏതെങ്കിലും സ്ഥലത്താണ് റൂമിലുണ്ടെന്ന് പറയും ചെയ്ത് അങ്ങനെ നാളെ കിട്ടും എന്നുള്ള രീതിയിൽ വന്ന് നോക്കുമ്പോൾ ഇന്ന് വേറെ ദിവസം കുറച്ച് സാധനങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നാളെ ഇനിയും കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ സ്റ്റാഫ് ഷോർട്ടാവും, ഒരാൾ ലീവ് ഉണ്ടെങ്കിൽ. ഞാൻ മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത ദിവസം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് ഇനിയും കാത്തിരിക്കുക.